നമസ്കാരം. 2025-26 ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ചിട്ട് ഏകദേശം ഒരു മാസമാവുക. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണോ, എന്താണ് ഇൻകം ടാക്സ് റിട്ടേണുമായിട്ട് ഫയലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഫർമേഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. നോക്കാം എന്താണ് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, എന്താണ് അതിൻ്റെ കണ്ടൻസ്, അത് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങിനെ എങ്ങനെ സ്വാധീനിക്കുന്നത്. ഇന്ത്യയിലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ടാക്സ് പേയേഴ്സിന് കൊടുത്തിരിക്കുന്ന ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് പാൻ അഥവാ പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ. അതൊരു 10 ഡിജിറ്റ് ആൽഫ ന്യൂമറിക് നമ്പറാണ്. അത് യുണീക്കാണ്, വേറെ ആർക്കും അത് കാണത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, അത് ആധാറുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം. നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ പോലും ഇപ്പം പാൻ കൊടുത്തേ പറ്റൂ. അന്നേരം പാൻ ഈ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ മറ്റു പല ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനും മറ്റു പല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനും ഒക്കെ നമ്മൾ പാൻ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അന്നേരം ഈ പാൻ കൊടുക്കുന്ന ഏജൻസികൾ, അത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം, പല ഇൻകം ടാക്സ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളാകാം, അങ്ങനെ പലർക്ക് നമ്മളിത് കൊടുക്കുന്നുണ്ടല്ലോ. അവർ നമ്മൾ ഇടപെടുന്ന ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അറിയിക്കുന്നുണ്ട്. അത് അറിയിക്കാനുള്ള പ്രത്യേക ഫോമുകളുണ്ട്. ആ ഫോമുകൾ അനുസരിച്ച് എല്ലാവരും ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുന്നുണ്ട്. അന്നേരം ഈ കൊടുക്കുന്ന വിവരങ്ങളെല്ലാം കൂടെ കമ്പൈൽ ചെയ്ത് നമ്മുടെ ഇൻകം ടാക്സ് പ്രൊഫൈലിനകത്ത് ഒരു ഡോക്യുമെൻറ്റ് ജനറേറ്റ് ആകും. ആ ഡോക്യുമെൻറ്റിൻ്റെ പേരാണ് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതിനകത്ത് എന്തൊക്കെയാണ് സാധാരണ രീതിയിൽ വരുന്നത് നമുക്ക് നോക്കാം. നമ്മൾ സാലറീഡ് ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാലറി ഇൻഫർമേഷൻ വരും, നമുക്ക് കിട്ടുന്ന വാടക വരുമാനം വരും. വാടകയുടെ കാര്യം പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും ഒരു HRA ക്ലെയിം ചെയ്യുന്ന ഒരാൾക്ക്, ഒരു സാലറീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നിങ്ങൾ വാടകയ്ക്ക് കൊടുത്ത ആ ചെറിയ എമൗണ്ട് പോലും റെൻ്റൽ ഇൻകമായിട്ട് നമ്മുടെ പ്രൊഫൈലിൽ ഇപ്പോൾ വരാറുണ്ട്. അതുപോലെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നോ FDയിൽ നിന്നോ റെക്കറിംഗ് ഡെപ്പോസിറ്റിൽ നിന്നോ ഒക്കെ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകം വരും. NBFCയിലൊക്കെ കൊടുത്തിട്ടുള്ള ഡെപ്പോസിറ്റ്സിൻ്റെ അഗെയിൻസ്റ്റ് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകം വരും. ഗവൺമെൻറ് സെക്യൂരിറ്റീസിലുള്ള ഇൻട്രസ്റ്റ് ഇൻകം വരും. ഇൻഷുറൻസ് കമ്മീഷൻ, ഇൻഷുറൻസ് കമ്പനികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻഷുറൻസ് മെച്യൂരിറ്റി പ്രൊസീഡ്സ് ടാക്സബിൾ അല്ലെങ്കിൽ പോലും നമ്മുടെ പ്രൊഫൈലിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഷെയർസും സെക്യൂരിറ്റീസും പിന്നെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് ഒക്കെ നമ്മൾ ഈവൻ 1 രൂപയ്ക്ക് വാങ്ങിച്ചാൽ പോലും അത് നമ്മുടെ AISനകത്ത് റിഫ്ലക്റ്റ് ചെയ്യും. വെർച്വൽ ഡിജിറ്റൽ അസറ്റ്, അതായത് ക്രിപ്റ്റോ കറൻസി പോലുള്ള കറൻസികൾ വെർച്വൽ ഡിജിറ്റൽ അസറ്റ് എന്നാണ് അതിനെ പറയുന്ന പൊതുവിൽ. അതിൻ്റെ സെയിൽസ് റിപ്പോർട്ട് ചെയ്യപ്പെടും. നമ്മൾ പ്രോപ്പർട്ടി, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 30 ലക്ഷത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരും. അതേസമയം ഒരു NRIയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ 30 ലക്ഷത്തിൽ താഴെയാണെങ്കിലും വരും. നമ്മുടെ ബിസിനസ് രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ, GST രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ GST ടേൺ ഓവർ എത്ര ആണെന്ന് വരും. നമ്മുടെ പർച്ചേസസ്, നമ്മൾ എത്ര പർച്ചേസസ് നടത്തിയെന്നുള്ള ഇൻഫർമേഷൻ വരും. പിന്നെ മറ്റു പല സ്ഥാപനങ്ങളും ബിസിനസ് പേയ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് ചെയ്യുന്ന നമ്മുടെ ബിസിനസ് റെസിപ്റ്റുകളായിട്ട് വരും. പിന്നെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ നടത്തുന്ന പേയ്മെൻറ്റുകൾ ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഷെയർസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഡിവിഡൻഡ് വരും. നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്തതിൻ്റെ ശേഷം നമുക്ക് എന്തെങ്കിലും റീഫണ്ട് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് റീഫണ്ട് വരും. നമ്മൾ കൊടുത്ത ഇൻകം ടാക്സിൻ്റെ ഡീറ്റെയിൽസ് വരും. ഇൻകം ടാക്സ് റീഫണ്ടിൽ കിട്ടിയ ഇൻട്രസ്റ്റ് വരും. നമ്മൾ ലോട്ടറിയൊക്കെ എടുത്ത് ലോട്ടറി വിറ്റിങ്സ്, അത് ഫിസിക്കൽ ലോട്ടറി ആകാം, ഓൺലൈൻ ഗെയിംസ് ആകാം, അതിനൊക്കെ കിട്ടുന്ന സമ്മാനങ്ങൾ നമ്മുടെ ഇൻകം ടാക്സ് പ്രൊഫൈലിൽ റിഫ്ലക്റ്റ് ചെയ്യും. ലോട്ടറിയുടെ കമ്മീഷൻ വരും. വെഹിക്കിൾ പർച്ചേസ് 10 ലക്ഷത്തിന് മുകളിൽ നമുക്ക് എക്സ്ഷോറൂം പ്രൈസ് ഉള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ 1% TCS പിടിക്കേണ്ടതുണ്ട്. അങ്ങനത്തെ വണ്ടികളുടെ റിപ്പോർട്ടിംഗ് വരും. പിന്നെ കറണ്ട് അക്കൗണ്ട് ആണെങ്കിലും സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിലും നമ്മൾ നമ്മുടെ പാൻ കൊടുത്തിട്ട് ആണ് ക്യാഷ് വിഡ്രോവൽ ഡെപ്പോസിറ്റും ഒക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലിനകത്ത് ക്യാഷ് ഡെപ്പോസിറ്റ്സും വിഡ്രോവൽസും റിഫ്ലക്റ്റ് ചെയ്യും. നമ്മൾ ഫോറിൻ ഔട്ട്വേർഡ് റെമിറ്റൻസ്, നമ്മൾ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കോ ഒക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് ഫോറിൻ ഔട്ട്വേർഡ് റെമിറ്റൻസ് നടത്തിയാൽ അതും നമ്മുടെ ഇൻകം ടാക്സ് പ്രൊഫൈലിൽ AISനകത്ത് വരും. അതേപോലെ തന്നെ നമ്മൾ ഫോറിൻ കറൻസി പർച്ചേസോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വരും. ഫോറിൻ ട്രാവലിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വരും. ഇങ്ങനെ ഏകദേശം 57ഓളം സാമ്പത്തിക വിവരങ്ങൾ നമുക്ക് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ, ഇപ്പം ആധാരത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നത് രജിസ്ട്രാറാണ്, സബ് രജിസ്ട്രാർ. അങ്ങനെ ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് AISനകത്ത് ഏകദേശം 57-60ഓളം സാമ്പത്തിക വിവരങ്ങൾ വന്ന് കമ്പൈൽ ചെയ്ത് കിടക്കും. എന്നിട്ട് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ITRുമായിട്ട് വളരെ അധികം ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ AISനകത്തെ ഇൻഫർമേഷൻ. AISനകത്ത് കിടക്കുന്ന ഇൻഫർമേഷൻ എല്ലാം
നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് ഇൻകത്തിൻ്റെ ഇംപ്ലിക്കേഷനുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ ITR-നകത്ത് വന്നു എന്ന് ഉറപ്പാക്കി വേണം നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ. അല്ലാതെ വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആദ്യം ചെറിയ രീതിയിലൊരു നോട്ടിഫിക്കേഷനായിട്ടായിരിക്കും വരുന്നത്. നിങ്ങളുടെ ഇൻകം നിങ്ങൾ ഫയൽ ചെയ്ത ITR അനുസരിച്ചുള്ളതും ഞങ്ങളുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് മിസ്മാച്ചാണ് എന്നുള്ള ഒരു ഇൻറ്റിമേഷൻ ആയിരിക്കും ആദ്യം വരുന്നത്. അതിനുശേഷം അത് റിഗറസ് നോട്ടീസിലേക്ക് പോകാൻ നമ്മൾ കൃത്യമായി മറുപടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പല സെക്ഷനിലുള്ള നോട്ടീസുകളിലേക്ക് പോകാം. അത് റിഗറസ് ഇംപ്ലിക്കേഷൻസ് അതിന് ഉണ്ടാകാം. അതുപോലെ തന്നെ നമ്മൾ IT ഫയൽ ചെയ്തില്ല എങ്കിൽ പോലും നമ്മൾ പാൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സിലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഈ AIS എല്ലാ വർഷവും ചെക്ക് ചെയ്യുന്നതല്ലായിരിക്കും. കാരണം നമ്മുടെ തെറ്റുകൊണ്ടല്ലെങ്കിൽ പോലും ഒരു ബാങ്ക്, ഞാൻ പറഞ്ഞു ഈ സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു ബാങ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി തെറ്റായിട്ടൊരു ഇൻഫർമേഷൻ കൊടുത്താൽ അതിനൊരു ഇൻകം ഇംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തെറ്റായിട്ടുള്ളൊരു ഇൻകം നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുകയും അതനുസരിച്ച് ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് നമ്മുടെ സ്വന്തം ഫോൺ നമ്പറും ഇമെയിൽ ID കൊടുത്താണ് ഇൻകം ടാക്സ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ മെയിലിലും ഫോൺ നമ്പറിലും ഒക്കെ വരും. അതേസമയം നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് പോവുമോ അല്ലെങ്കിൽ നമ്മൾ പാൻ എടുത്ത സമയത്തുള്ള നമ്പറിലേക്കോ അല്ലെങ്കിൽ ഇമെയിലിലേക്കോ പോകും. നമ്മളിത് അറിയത്തു പോലുമില്ല. ഇതൊരു നോട്ടീസായി നോട്ടീസിന് മറുപടി കൊടുക്കാതെ ഒരു സിവിയർ ഓർഡറായി കഴിയുമ്പോഴായിരിക്കും, ഒരു അസസ്മെൻറ്റ് ഓർഡറായി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ അറിയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസസ് 1 by 1 ഓരോ സ്റ്റേജിൽ അയക്കുമ്പോഴത്തേക്കും നമ്മളതിന് മറുപടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു 1 sided ജഡ്ജ്മെൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. അന്നേരം ഈ AIS-നെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങിന് ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസത്തോടെ താങ്ക് യു.